അപ്പൊ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുക. വാ എവിടെയും പോവാണ്. 2 ദിവസത്തോടെ സ്കൂൾ ഉറക്കാൻ. മഴയും പിടിച്ച് എവിടെ പോയാൽ എന്നാ പിന്നെ നമുക്ക് അടുത്തുള്ള ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങളിലൊക്കെ വാങ്ങിയിട്ടില്ല. പെട്ടെന്ന് വരിക എന്തൊക്കെയുള്ള സ്കൂളുണ്ട്. അങ്ങനെ നമ്മൾ കോട്ടയക്കുന്ന് ക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെ 2 വളവ് തിരിഞ്ഞ് വലത് സൈഡിൽ നിൽക്കുന്ന ആൽമരത്തിൻ്റെ ഭാഗത്തൂടെയുള്ള റോഡെ അകത്തോട്ടുള്ള കുത്തനെ ഇറങ്ങി ചെല്ലുന്ന മനോഹരമായൊരു സ്പോട്ടാണ്. നേരത്തെ ഇത് ഇഷ്ടികക്കളമായിരുന്നു, കട്ടച്ചൂള ഫാക്ടറിയായിട്ട്. ഇപ്പോൾ അതിൻ്റെ മണ്ണും അതിൻ്റെ സാമഗ്രികൾ കിട്ടാത്തത് മൂലം അവിടെ എല്ലാം പണ്ട് ഇപ്പോൾ നമ്മളെ പെരുമ്പാവൂർ ഫ്ലൈവുഡ് കമ്പനിയാണെങ്കിൽ ഇവിടെ ഒരുപാട് കർഷകരുടെ ഒരുപാട് തൊഴിലാളികൾക്ക് തൊഴിൽ നൽകിയിരുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ടായിരുന്നു. കട്ട കമ്പനികൾ, ഓട് കമ്പനികളായിട്ടൊക്കെ. അതൊക്കെ ഇപ്പോൾ മണ്ണിൻ്റെ കിട്ടാത്തതിൻ്റെ അഭാവം മൂലം അതെല്ലാം നിന്നുപോയി. ആ ഭാഗങ്ങളിലാണ് ഇപ്പോൾ ഇത് മനോഹരമായി ഈ ഒരു പൂങ്കാവനം കണക്ക്. ഇവിടെ കയാക്കിംഗ്, ബോട്ട് സർവീസ്, വിനോദോല്ലാസങ്ങൾ ഒരുപാട് ഉള്ളൊരു സ്പോട്ടാണ്. ഇവിടെ ഈ എത്തുന്ന വിനോദസഞ്ചാരികളിൽ കൂടുതലും ഇത് ഉച്ച ഭക്ഷണത്തിനായിട്ട് വന്നിട്ടുള്ളവരും കയാക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള വന്നിട്ടുള്ള ആൾക്കാരുമാണ്. ഇന്ന് ഈ മഴ നിൽക്കുന്നതിനാൽ സർക്കാരിൻ്റെ മുന്നറിയിപ്പുണ്ട്, 1 മാസത്തേക്ക് കയാക്കിംഗ് ഒന്നും പാടില്ല. ഇവിടെ ഇത് മാത്രമല്ല, ഇതിൻ്റെ ഉള്ളിലോട്ട് ഈ കായലോരങ്ങളോട് ചേർന്ന് അനവധിയുണ്ട്. നമ്മൾ ഇവിടുന്ന് ഉള്ള ആൾക്കാരെല്ലാം പൂവാറും വിഴിഞ്ഞും ഒക്കെ പോയി തേടുന്നതിന് വരെ ഇവിടെയുള്ള സ്പോട്ട് നമ്മളെ ചാത്തന്നൂർക്കാർക്ക് പലർക്കും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. അനേകം ആൾക്കാർ തമിഴ്നാട്ടിൽ നിന്നും കന്നഡ വണ്ടിക്കാരും ഒക്കെ ഒരുപാട് ഇവിടെ കിടക്കുന്നതാണ്. ടൂറിസ്റ്റുകൾ ടൂർ പാക്കേജായിട്ട് വന്ന് കയാക്കിങ്ങും ഈ കണ്ടൽക്കാടിൻ്റെ ഇടയിലൂടെയുള്ള മനോഹര യാത്രകളും ഒക്കെ ആസ്വദിച്ച് മടങ്ങുന്നവരാണ് അധികം. പക്ഷേ നമ്മുടെ നാട്ടുകാരെ ഇവിടെ അപൂർവമായിട്ടാണ്. ഇപ്പോൾ യാദൃച്ഛികമായിട്ട് ഉളിയനാട്ടുള്ള എൻ്റെ സുഹൃത്ത് സജീവിനെയും അവൻ കൂട്ടിക്കൊണ്ടുവന്ന ഉളിയനാട് സ്കൂളിലെ കുറച്ച് അധ്യാപകരെയും കാണാൻ സാധിച്ചു. അവരുമായിട്ടൊക്കെ കുശലം പറഞ്ഞ് നമ്മളും ഈ യാത്ര കൊച്ചിൻ്റെ വെക്കേഷൻ തീരുന്നതിനോട് മുന്നോടിയായിട്ടുള്ളൊരു ചെറിയ, ഈ മഴ പിടിച്ച് ദൂരോട്ടെങ്ങും പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മുടെ വീടിന് ചുറ്റുമുള്ളൊരു 6-7 കിലോമീറ്ററിനകത്തുള്ള സ്ഥലങ്ങളാണിതെല്ലാം. ഇതെല്ലാം ചുറ്റിക്കൊണ്ട് നമ്മുടെ ദൂരോട്ടുള്ള യാത്രകൾക്ക് പകരം അത്യാവശ്യം ബോറടിച്ചിരിക്കുമ്പോൾ നമ്മളെ കണക്ക് നാട്ടിൽ ആസ്വദിക്കാൻ പറ്റിയ നമ്മുടെ ചാത്തന്നൂരിനടുത്തുള്ള സമീപ പ്രദേശങ്ങളിലുള്ള മനോഹരമായ സ്ഥലങ്ങൾ മറ്റെങ്ങുമില്ല എന്ന് തന്നെ പറയാം. നമ്മളെ കായലോരങ്ങളായാലും കടലുകളായാലും കടലുകളും കായലും എല്ലാം ഒരുമിച്ച് കിടക്കുന്ന ആറും പുഴയും തോടുകളും വയലോരങ്ങളും ഒക്കെയുള്ള പ്രകൃതി അനുഗ്രഹിച്ച് നൽകിയ നമ്മുടെ ദേശത്തെ നമ്മളാരും വേണ്ട വിധം കാണുന്നില്ല. അതിനെ കുറേയൊക്കെ മാറ്റങ്ങൾ പ്രൈവറ്റ് പാർട്ടികൾ ചെയ്തു വരുന്നുണ്ട്. അതിനനുസരിച്ചുള്ള പ്രോത്സാഹനങ്ങൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളോ ഭരണകൂടങ്ങളോ നൽകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ നിന്നും പരവൂരോട്ട് പോകുമ്പോൾ, അതായത് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെല്ലുന്ന ഭാഗങ്ങളെല്ലാം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ്. അതായത് അത് കായലോരങ്ങളിലാണ് ആ റോഡുകൾ ചെന്ന് അവസാനിക്കുന്നതെല്ലാം. അവിടെ അനേകം സെൻറ്ററുകളുണ്ട്, റിസോർട്ടുകളും ഈ കയാക്കിങ്ങിൻ്റേതായിട്ടുള്ള സ്ഥലങ്ങളും എല്ലാം. ഏകദേശം ഒരു 10ലധികം ഇതുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുക്കുളം ഭാഗത്തുനിന്ന് ഒരു ചെറിയ ആ മുടുക്ക് റോഡിലൂടെ അങ്ങോട്ട് താഴോട്ട് ഇറങ്ങിയാലും അവിടെയുണ്ട്. അവിടെ വമ്പൻ റിസോർട്ടുകളൊക്കെയാണ് ഉള്ളത്. ആ ഭാഗങ്ങളൊന്നും ആരും ഇവിടുന്ന് ശ്രദ്ധിച്ചിട്ടുമില്ല. എല്ലാം വിദേശ ടൂറിസ്റ്റുകളും നമ്മുടെ സംസ്ഥാനത്തിന് വെളിയിലുള്ള വലിയ വലിയ ടൂർ പാക്കേജായിട്ടായിരുന്ന ഒരുപാട് ടീംസുകളും വന്നവിടെ താമസിച്ച് ഉല്ലസി ദിവസങ്ങളോളം നിന്ന് തങ്ങിപ്പോകുന്ന ഒരുപാട് പേരെ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിപ്പോൾ നമ്മളവിടുന്ന് ഇറങ്ങി നേരെ വലത്തോട്ട് തിരിഞ്ഞ് നേരെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പട്ടായ വില്ലേജ് എന്നും പറഞ്ഞിട്ടാണ് ഒരു സ്ഥലത്താണ് വന്നത്. അവിടും അത് നമ്മുടെ തായ്ലാൻഡിലെ പട്ടായ അല്ല, തെറ്റിദ്ധരിക്കേണ്ട. നമ്മുടെ ഈ പറഞ്ഞ മീനാട് കോട്ടയക്കുന്നിന് നേരെ ഓപ്പോസിറ്റ് ഈ പറഞ്ഞ വളവിൽ തിരിഞ്ഞ് ആ വലത്തോട്ട് തിരിഞ്ഞ് കയറി ചെല്ലുന്ന റോഡ് കറങ്ങി ചെന്ന് കഴിഞ്ഞാലും ഈ ഭാഗത്തേക്കാണ് എത്തപ്പെടുന്നത്. അവിടെയും ആ ഒരു വനാന്തരീക്ഷത്തിലൂടെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെയും നല്ല ഒരു 3-4-5 കോട്ടേജുകൾ ഉൾപ്പെടെ താമസ സൗകര്യത്തിന് ഉള്ള കോട്ടേജും കയാക്കിങ്ങിനും ഒക്കെ ആയിട്ടുള്ള മനോഹരമായ സ്ഥലങ്ങളാണുള്ളത്. അവിടെ ഇന്നിപ്പോൾ ഈ മഴ തുടർച്ചയായി പെയ്തുകൊണ്ടിരിക്കുന്നതിനാൽ 1 മാസത്തേക്ക് കയാക്കിംഗ് എല്ലാം നിരോധിച്ചുകൊണ്ട് സർക്കാരിൻ്റെ ഉത്തരവ് ഇവർക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ 1 മാസത്തേക്ക് ഇപ്പോൾ ഈ കയാക്കിംഗ് ഒന്നുമില്ല. കയാക്കിങ്ങും ബോട്ട് സർവീസെല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ്. നോക്കി എത്ര മനോഹരങ്ങളായ സ്ഥലങ്ങളാണെന്നു. നമ്മളെ പൂവാറിലും അവിടെയൊക്കെ പോയാണ് നമ്മൾ ഇവിടെയുള്ള ആൾക്കാർ ടൂർ പാക്കേജായിട്ട് അങ്ങോട്ട് പോകുന്നത്. ഞാനും
3-4 പ്രാവശ്യം പൂവാറ് പോയിട്ടുണ്ട്. അവിടെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഒരുപാടുണ്ടായപ്പോൾ ഫാമിലിയായിട്ടും പോയിട്ടുണ്ട്. ഇവിടെയും മനോഹരമായ സ്ഥലങ്ങളാണ്. അതേ കണക്കുള്ള സ്ഥലങ്ങൾ തന്നെയാണ് ഇവിടെയും ഉള്ളത്. ആ, ഈ കോട്ടയിനൊക്കെ എങ്ങനെയാ റേറ്റ്? ഇതിനൊക്കെ എങ്ങനെയാ റേറ്റ്? മനോഹരങ്ങളായി ഒരുക്കിയിട്ടുള്ള കോട്ടേജുകളാണ് ഇവിടെയുള്ള റിസോർട്ടുകളുടെ എല്ലാം മറ്റൊരു മുഖ്യ ആകർഷണം. എത്ര കണ്ടാലും മതിവരാത്ത നീണ്ടു നിവർന്നു കിടക്കുന്ന കായലോരപ്പരപ്പുകളും ആ കായലോരപ്പരപ്പുകൾ ചെന്ന് അവസാനിക്കുന്നിടത്ത് തുടങ്ങുന്ന കടലിൻ്റെ ദൃശ്യചാരുതയുമെല്ലാം സഞ്ചാരികളെ മറ്റൊരു ലോകത്തേക്ക് എത്തിക്കുന്നു. മെയ് ജൂൺ മാസങ്ങളിൽ മിക്കപ്പോഴും ഇവിടെ കയാക്കിങ്ങും ബോട്ടിങ്ങിനുമെല്ലാം നിരോധനം ഏർപ്പെടുത്താറുള്ളത് കൊണ്ട് ദൂരെ നിന്നും എത്തുന്ന സഞ്ചാരികൾ മെയ് ജൂൺ മാസങ്ങൾ ഇവിടെ ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. ഏറ്റവും മിതമായ നിരക്കുകളിൽ ഇവിടെ കോട്ടേജുകൾ ലഭിക്കുന്നു എന്നതാണ് ഇവിടെയുള്ള റിസോർട്ടുകളുടെ എല്ലാം മറ്റൊരു പ്രധാന സവിശേഷതയും. വനാന്തരീക്ഷം തോന്നുന്ന രാത്രികാല നിശബ്ദതയും ചീവീടുകളുടെ ഒച്ചയും റാന്തൽ വിളക്കിൻ്റെ വെളിച്ചവും വയലിൻ മ്യൂസിക്കുമായി ഇവിടെ എത്തുന്ന രാത്രി താമസത്തിനെത്തുന്ന ഓരോരുത്തരും മറ്റൊരു മറക്കാനാവാത്ത ദിവസങ്ങളിലേക്കും അനുഭൂതികളിലേക്കുമാണ് ഇവിടെയുള്ള റിസോർട്ടുകൾ നിങ്ങൾക്കായി കരുതി വച്ചിരിക്കുന്നത്. എത്ര കണ്ടാലും മതിവരാത്ത ദൃശ്യചാരുതയും എല്ലാം സഞ്ചാരികളെ മറ്റൊരു ലോകത്തേക്ക് തന്നെ മായാക്കാഴ്ചകളിലേക്ക് തന്നെ കൊണ്ടെത്തിക്കുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായും നമ്മുടെ കൊല്ലം ജില്ലയിലുള്ള എല്ലാവരും ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട മനോഹരമായ ദൃശ്യചാരുത ഏറ്റവും ഒളിവിൽ നിൽക്കുന്ന പ്രദേശങ്ങളാണ് ഇവയെല്ലാം. നമ്മുടെ ഇത്തിക്കരയാർ ഒഴുകി വന്ന് മാലാക്കായലിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ് ഇവയെല്ലാം. ഇതും മറ്റൊരു റിസോർട്ടിൻ്റെ ഭാഗങ്ങളാണ്. ഇവിടെ ഈ റോഡ് ചെന്ന് ഈ മാലാക്കായലിൻ്റെ ഒരു വശത്ത് അവസാനിക്കുകയാണ്. മെയ് ജൂൺ മാസങ്ങൾ ഒഴികെയുള്ള ദിവസങ്ങളിലെല്ലാം ഇവിടെ ഓട്ടോ സ്റ്റാൻഡും ഓട്ടോക്കാരും എല്ലാം സജീവമാണ്. ടൂറിസ്റ്റുകളുടെ ബഹളവുമാണ്. പക്ഷേ നമ്മളെ നാട്ടുകാരിൽ പലരും ഇവിടെ എത്തുന്നില്ല എന്നുള്ളതാണ് ഒരു ദുഃഖകരമായ അവസ്ഥ. പലർക്കും ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ല എന്ന് തന്നെ തോന്നുന്നു. നല്ല കായൽ മത്സ്യം, മനോഹരങ്ങളായ ഫുഡുകളും നല്ല രുചികരമായ ഭക്ഷണ സാധനങ്ങളുമെല്ലാം മറ്റെങ്ങും കിട്ടാത്ത മിതമായ തോതിൽ ഇവിടെ ലഭിക്കുന്നു എന്നതാണ് ഇവിടുത്തെ മറ്റൊരു പ്രധാന സവിശേഷതയും. കണ്ടാലും മതിവരാത്ത മാലാക്കായലിൻ്റെ ഭാഗങ്ങളിൽ ഇങ്ങനെ കടലിനോട് അനുബന്ധിച്ച് ചുറ്റും എത്രയോ ഏക്കർ കണക്കിന് സ്ഥലങ്ങളായി പരന്നു കിടക്കുന്ന മായാ കാഴ്ചകളാണ് ഓരോ സഞ്ചാരിയെയും മാടി വിളിക്കുന്നത്. ഏകദേശം സമയം 4 മണി കഴിഞ്ഞിരിക്കും. ഇനിയും ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ
കാറും എല്ലാം മറ്റൊരുതിനാൽ വീണ്ടും നമ്മൾ പൊഴിക്കര ഭാഗത്തേക്ക് തിരിക്കുകയാണ്. പോകുന്ന വഴി കരൂർ ശ്രീ ശിവപാർവതി ക്ഷേത്രമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. MLA ജംഗ്ഷൻ കഴിഞ്ഞ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലേക്കാണ്. ഈ റോഡ് നേരെ ചെന്ന് കയറുന്നത് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലേക്കാണ്. കോട്ടയക്കുന്ന് MLA ജംഗ്ഷൻ കഴിഞ്ഞുള്ള അടുത്ത ജംഗ്ഷനാണ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ. അത് കഴിഞ്ഞ് നെടുങ്ങോലം ഗവൺമെൻറ് ആശുപത്രിയുടെ സ്ഥലമായി. ഈ കാണുന്നതാണ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ. ഇവിടുന്ന് വലത്ത് തിരിഞ്ഞ് നമ്മൾ നേരെ പരവൂര് ചെന്നു. പരവൂര് റൗണ്ട് അബൌട്ട് വലത്തോട്ട് ചെല്ലുമ്പോൾ പൊഴിക്കര തീരദേശ റോഡ് എത്തുകയായി. ഈ കാണുന്ന റൗണ്ട് അബൌട്ടിൽ നിന്നും വലതോട്ട് തിരിയുമ്പോൾ നമ്മൾ നേരെ ചെല്ലുന്നത് പൊഴിക്കര ദേവസ്വം ഭഗവതി ക്ഷേത്രത്തിന് മുന്നിലാണ്. അവിടെ നിന്ന് വലതോട്ട്